നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മളിന്ന് ചാനലിൽ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി എന്തിനാണ് നമ്മൾ ഈ ടെക് ചാനലിൽ സംസാരിക്കുന്നതെന്ന്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പാണ് നമ്മളിന്ന് ചാനലിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും, എന്നാൽ ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നോ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നോ ഒന്നും അറിയില്ലായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒരു പ്രോപ്പർ ഐഡിയ ആണ് ഇന്ന് തരാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, അതായത് ഇൻവെസ്റ്റേഴ്സ്, അവർ ചേർന്ന് സ്വരൂപിക്കുന്ന പണം ഒരു അസറ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒന്നല്ല, പല അധികം അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളാണ് ചെയ്യുന്നത്. ഇതിൽ ഓരോ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്ന പണം എവിടെയൊക്കെ ഏതൊക്കെ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവരായിരിക്കും തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റീസ്, കൺസ്ട്രക്ഷൻ, അങ്ങനെ ഓരോരോ മേഖലകളിൽ ഇവർ നമ്മുടെ പണം നിക്ഷേപിക്കും. അതിനുശേഷം ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമുക്ക് തിരിച്ച് റിട്ടേൺ ആയി ലഭിക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ആണോ ഉണ്ടായത് അതോ താഴോട്ടാണോ പോയതെന്ന് എല്ലാം അറിയാൻ സാധിക്കും. അപ്പം ഗ്രോത്ത് ആണ് ഉണ്ടായെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിലും കൂടുതൽ പണം നമുക്ക് തിരിച്ച് റിട്ടേൺ ആയി ലഭിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ. എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്ഥലം വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ അത് വാങ്ങിക്കാനുള്ള കാശ് നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾ ഒരു 4-5 ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്ത് നിങ്ങൾ ഒരുമിച്ച് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്ഥലം മേടിക്കുന്നു, ഷെയറിൽ മേടിക്കുന്നു. എന്നിട്ട് ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ സ്ഥലത്തിൻ്റെ വില ഇരട്ടിയാകുകയാണെന്ന് വിചാരിക്കുക. ഈ സ്ഥലം നമ്മൾ പിന്നീട് വിൽക്കുമ്പോൾ അന്ന് മുടക്കിയ ആൾക്കാർക്ക് നേരെ മറിച്ച് അതിൻ്റെ ഇരട്ടി പണമായിരിക്കും തിരിച്ച് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസിനെ സമീപിക്കാറാണ് പതിവ്. അപ്പോൾ ഇവർ അതിൻ്റെ വേണ്ട പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. എന്നിട്ട് അവർ തന്നെ തീരുമാനിച്ചൊരു ഫണ്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ബേസിക്കലി ഇത് പോകുന്നത്. പക്ഷേ അവിടെ ഒരു ട്രാൻസ്പെറൻസി ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവരാണ് നിശ്ചയിക്കുന്നത് നമ്മുടെ പൈസ കൊണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഇവിടെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഡിഫറൻസ് ഞാൻ കാണുന്നത്. കാരണം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഏത് കമ്പനികളുടെ എത്രയൊക്കെ ഫണ്ടുണ്ട്, എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ്, കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ ഗ്രോ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ആപ്പാണ് ഈ ഗ്രോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലേ സ്റ്റോറിലെ റേറ്റിംഗ് എന്ന് പറയുന്നത് 4.5ഉം ആപ്പ് സ്റ്റോറിൽ 4.6ഉം ആണ്. അപ്പോൾ ഈ റേറ്റിംഗിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം ജെനുവിൻ ആയിട്ടുള്ളൊരു ആപ്പ് തന്നെയാണിത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഏജൻസിന് കമ്മീഷൻ കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിലില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് ഫോണിൽ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്നോ നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനൊരു പേപ്പർ വർക്കും വേണ്ട എന്നുള്ളതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഗ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഓപ്പണായി വരുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അലോ ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ യൂസ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയായിരുന്നു, ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അതുകൊണ്ടാണത് പെട്ടെന്ന് പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്. അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ പാൻ കാർഡും ഡീറ്റെയിൽസും ഒക്കെ ആഡ് ചെയ്യാൻ പറയും. ഞാൻ അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് വിട്ടിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട്. പാൻ കാർഡിലെ പോലെ തന്നെ നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുക. ഞാനെൻ്റെ അഡ്രസ്സും പേഴ്സണൽ ഡീറ്റെയിൽസും പാൻ കാർഡ് ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്തു. നമ്മളിപ്പോൾ ഇതിൽ തന്നെ ഡിജിറ്റലി നമ്മുടെ സിഗ്നേച്ചർ ഒന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മുടെ ഗ്രോ ആപ്പിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനുള്ളത് ആദ്യം തന്നെ ഒരു സെർച്ച് ബാറാണ്, സെർച്ച് ഓൾ മ്യൂച്വൽ ഫണ്ട്സ്. നമുക്ക് എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സേവ് ഐക്കണാണ് കാണിക്കുന്നത്, അതായത് വാച്ച് ലിസ്റ്റ്. നമുക്കിപ്പം എന്തെങ്കിലും വാച്ച് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിത് ഓൾറെഡി ഒരെണ്ണം ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ സാധനം ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കിടക്കും. അപ്പോൾ നമുക്ക് പിന്നീട് അത് ചെക്ക് ചെയ്യണമെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി. പിന്നെ ഉള്ളത് ഒരു കാർട്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാർട്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ട്രാക്ക് ആൻഡ് സ്വിച്ച്, അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസാണ്.
ഈ ട്രാക്ക് ആൻഡ് സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ ആയിട്ടുള്ള ഒരു പേജാണ്. പിന്നെയുള്ളത് അസിസ്റ്റൻ്റ്. നമുക്ക് അനുയോജ്യമായുള്ള ഫണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നമ്മൾ ഓരോ മാസവും ഒരു നിശ്ചിത തുക, അല്ലെ ഓരോ ആഴ്ചയും ഒരു നിശ്ചിത തുക വെച്ച് അടയ്ക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ്. ലംസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ഒരു പേയ്മെൻറ്റിൽ തന്നെ ഇത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാനിപ്പോൾ SIP എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷത്തെയാണ് വേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ ഞാൻ ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ ഒരു വർഷം മുതൽ 3 വർഷം വരെ ഉള്ള ഒരു ഇതാണ് ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. മാസം ഒരു 2000 രൂപ വരെ ഇടാൻ എനിക്ക് പറ്റും എന്ന് കരുതുക. ഞാൻ ആ 2000 കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ ഇത് സെർച്ച് ചെയ്ത് തരും. അപ്പോൾ ഈ 2 ഫണ്ടിന് അവർ 5 സ്റ്റാർ റേറ്റിംഗും നൽകിയിട്ടുണ്ട്. അപ്പോൾ മാസം 1000 രൂപ വെച്ചാണ് ഇതിന് അടവ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റിലയൻസ് എടുക്കുകയെന്ന് വിചാരിക്കുക. ഇതിൽ നമുക്ക് അവരുടെ ഗ്രാഫ് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഓരോ ഇത് കണ്ടോ, നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡേറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ NAV എന്നുള്ളത് അറിയാൻ സാധിക്കും. ഗ്രാഫ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ മുകളിലോട്ടാണ്. ഇപ്പോൾ ഒരു 3 വർഷത്തെ ഡ്യൂറേഷനായി കാണുന്നത്. ഇപ്പോൾ 1 ഇയർ ആക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഈ ലെവലിലാണ്. അപ്പോൾ ഇതിന് ഗ്രോത്ത് ഉള്ള ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ 5 ഇയർ നോക്കുകയാണെങ്കിലും മാസീവ് ഗ്രോത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഈ ഫണ്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഇതിൽ നമ്മൾ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അറിയാൻ സാധിക്കും. പിന്നെ ഉള്ളത് SIP കാൽക്കുലേറ്റർ. അപ്പം നമുക്കൊരു മാസം എത്ര രൂപ വെച്ച് അടയ്ക്കാം എന്നുള്ളതിൻ്റെ സ്ലൈഡറാണിത്. അപ്പോൾ ഈ സ്പെസിഫിക് ഫണ്ടിൽ നമുക്ക് 100 വരെ പോകാം. മാസം 100 രൂപ വെച്ച് അടയ്ക്കുന്ന രീതിയിലാക്കാം. അത് എത്ര വർഷത്തേക്കാണ് എന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ റിട്ടേൺ റേറ്റ് വെച്ച്, അതായത് 17.4 ആണ് ഇപ്പോഴത്തെ റേറ്റ്. ആ റേറ്റിൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് റിട്ടേൺ കിട്ടുന്നതെന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം 100 രൂപ വെച്ച് നമ്മൾ 5 വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ റേറ്റിലാണെങ്കിൽ റിട്ടേൺ കിട്ടാൻ പോകുന്നത് 9150 ആണ്. എന്നാൽ ഈ ഗ്രാഫ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന റിട്ടേണിൻ്റെ എമൗണ്ടും കൂടും. അപ്പം അത് അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിരിക്കും. പിന്നെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നൊരു മെനു ഉണ്ട്. ഓരോ ഫണ്ട് എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെ മേന്മകളും പോരായ്മകളും. ഒരു ഏജൻറ്റിനോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ എമൗണ്ട് അവരുടെ കയ്യിൽ കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതല്ലാതെ നമുക്കൊരു ഐഡിയ കാണത്തില്ല നമ്മുടെ ഫണ്ട് എങ്ങനെയാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അവിടെയാണ് ഈ ഗ്രോ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അതും വളരെ സിമ്പിളായിട്ടുള്ള UIയിൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ കമ്പാരിസൺ, ഇതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന വേറെ ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ വേണ്ട ഡീറ്റെയിൽസുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടി നോക്കുകയാണെങ്കിൽ 1 ടൈം എന്നുള്ളൊരു ബട്ടണുണ്ട്, മന്ത്ലി SIP എന്നുള്ളൊരു ബട്ടണും ഉണ്ട്. 1 ടൈം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ്, ഇപ്പോൾ 5000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5000 എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ 5000 രൂപ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. അത് എത്ര വർഷത്തേക്കാണ് കൊടുക്കുക, അതിനുശേഷം നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടും. അതുപോലെ മന്ത്ലി SIP എടുക്കുകയാണെങ്കിൽ മാസം എത്ര രൂപ വെച്ചാണ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് അതും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ അസിസ്റ്റൻറ്റ്. പിന്നെ റെഫർ ആൻഡ് ഏൺ എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഗൂഗിളിലെ സ്ക്രാച്ച് കാർഡ് പോലെയുള്ള ഒരു റിവാർഡ് ഓപ്ഷനാണിത്. ഒരു 10000 രൂപ വരെ നമുക്കൊരു ഇൻവൈറ്റിൽ ലഭിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ജോയിൻ ചെയ്ത് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10000 രൂപ വരെ സ്ക്രാച്ച് കാർഡിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് ടോപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഫണ്ടുകളാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇവിടെ ഹാൻഡ് പിക്ഡ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു മെനു ആണ് കിടക്കുന്നത്. ഹൈ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്ന ഫണ്ട്സിന് റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടറും കൂടുതലായിരിക്കും. ടാക്സ് സേവിങ് ഫണ്ട് ആണെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സിൽ ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫണ്ട് കാണിച്ചു തരും. പിന്നെ ഉള്ളത് ലോ റിസ്ക് ഫണ്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും എണ്ണമാണ് കിടക്കുന്നത്. അതിൽ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 ഇയർ കൊണ്ട് നല്ല ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് താഴോട്ട് പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ള ഒരു ഫണ്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറവായിരിക്കും, റിസ്ക് കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവാണ്. ഞാൻ ഒരു 5000 രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു, നമ്മൾ കാർട്ടിൽ കിടപ്പുണ്ട്, കൺഫേം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ 1 ഇയറിൽ ഇത് നല്ലപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്ത ഒരു ഫണ്ട് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നല്ലത് നോക്കി ചൂസ് ചെയ്യുക എന്നുള്ളതുള്ളൂ.
പിന്നെ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് വെച്ച് ഏത് കാറ്റഗറി വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റിസ്ക് ഫാക്ടർ മോഡറേറ്റ് വേണോ, ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് പ്ലാൻ ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളത് ആപ്പിൻ്റെ സെറ്റിങ്സ് ആണ്. അതിൽ നമുക്ക് ഡാർക്ക് മോഡ് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഗ്രോ ആപ്പിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും എങ്ങനെ ഫോൺ ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ